ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെസ്റ്റ് അളവ് വെച്ചിട്ട് ബ്ലൗസിൻ്റെ ബാലൻസുള്ള എല്ലാ അളവുകളും എങ്ങനെയാണ് കണ്ടെത്താമെന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് 36 സൈസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഓക്കെ, അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ അത് മനസ്സിലായിട്ടില്ല പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം അതൊന്നും മനസ്സിലാവില്ല, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങളിത് നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഈ 36, 38 അങ്ങനെ ഓരോ അളവിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ശീലിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഈ പഠിക്കുന്ന പോലെ മക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന പോലെ സമാധാനത്തിൽ പറഞ്ഞു തരാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 38 ആണ് എടുത്തിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ സൈസ് 38 ആണ്. അതേപോലെ മിഡിൽ ബ്രസ്റ്റ്, അതായത് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ വരുന്ന അളവ് 39 ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് അളവ് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഉള്ള അളവുകളൊക്കെ കണ്ടെത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ 38 സൈസുള്ള ആൾക്കാർക്ക് ലെങ്ത്ത് എടുക്കുന്നത് ഇപ്പോൾ ബാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഇതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെങ്ത്താണ് നോക്കുന്നത്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കാം. എനിക്കിവിടെ 9.5 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ 9.5ൻ്റെ ഒപ്പം നമുക്ക് +4 ചെയ്യാം. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 4 +4 എന്നുള്ളതൊക്കെ ഫാർമുലാസ് ഉള്ള നമ്പേഴ്സാണ് കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ 13.5 ആണ് ബാക്കിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് കേട്ടോ. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള അളവാണ്. ബാക്ക് ലെങ്ത്ത് 13.5 ആണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ള അളവാണ് കേട്ടോ. അത് ഒന്നും കൂടി ക്ലിയറായി പറഞ്ഞു തരാം. നമുക്ക് എത്രയാണ് ചെസ്റ്റ്, അത് 38, അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പം ഞാനിവിടെ റൗണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സൊക്കെ ഫാർമുലാസിലുള്ള നമ്പേഴ്സാണ്. അത് മാറ്റേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസർ 9.5 ആണ്. അതിനെ +4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ബാക്കിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിവിടെ നമ്പേഴ്സ് ഇട്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ 1 നമുക്ക് ബാക്കിൻ്റെ ലെങ്ത് എടുത്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ എത്രയാണെന്ന് നോക്കുക. ഇവിടെ ചെസ്റ്റ് 38 ആണ്. അപ്പോൾ അത് രണ്ടാമത്തേതായിട്ട് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടി. അതായത് 4/1 ഭാഗമാണ്. നമ്മൾ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പോൾ അതാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 9.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ റെഡി അളവ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. ഇനി നമുക്ക് മൂന്നാമത്തതായിട്ട് നോക്കാവുന്നതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്, അതായത് ഇടുപ്പിൻ്റെ അവിടുത്തെ ബ്ലൗസ് ഏതുവരെയാണ് ഇറക്കം ഇടുന്ന ആ അവിടുത്തെ ലൈനാണ് കേട്ടോ. അപ്പോൾ ഇതിലും നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിവിടെ എഴുതാം. ഇവിടെ 38 -4, അതായത് ചെസ്റ്റിൽ നിന്നും -4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വേസ്റ്റ് റൗണ്ട്. ഇടുപ്പിൻ്റെ വട്ടം വന്നിട്ട് നമുക്ക് ചെസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. എനിക്കിവിടെ 34 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് 34 ഫുൾ റൗണ്ടാണ്. ഇതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം 1 സൈഡ് മാർക്ക് ചെയ്തെടുക്കാൻ താഴ്ഭാഗത്തായിട്ട്. നമുക്ക് കിട്ടിയ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം നമ്മൾ ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബാക്ക് സൈഡത്തെ അളവുകളൊക്കെ കഴിഞ്ഞു. ഇറക്കം എടുത്തു ആദ്യം, പിന്നെ ചെസ്റ്റിൻ്റെ റൗണ്ട്, പിന്നെ വേസ്റ്റിൻ്റെ റൗണ്ട്. അപ്പം നമുക്ക് ബാക്ക് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് നോക്കാൻ ഇത് 4ാമത്തെ പോയിൻ്റാണത്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് നോക്കാനും നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എത്രയാണോ ചെസ്റ്റ് അതിവിടെ എഴുതുക. 38 ഡിവൈഡഡ് ബൈ 6, അതായത് നമ്മുടെ ചെസ്റ്റിൽ നിന്നും 6 ഡിവൈഡ് ചെയ്യുക. അതായത് 38 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ചെറിയ ഒരു പോയിൻ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിവിടെ 6 ആണ് കേട്ടോ എടുക്കുന്നത്. 6.1 2 വന്നാൽ നമ്മൾ 6 എടുത്താൽ മതി. അപ്പോൾ 38, അതായത് 38 സൈസിന് 6 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ. ഇത് ബേസിക്കായിട്ടുള്ള ഷോൾഡറിനുള്ള ഫോർമുലയാണ്. ഇത് നമ്മൾ നെക്കിൻ്റെ ഇറക്കം കൂടുന്തോറും ഈ ഫോർമുലയിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് ആദ്യം ബിഗിനേഴ്സിന് അറിയാവുന്നത് ഇതാണ്. ഇനി നമുക്കിങ്ങനെ പഠിച്ചു പോകുമ്പോൾ അതിനായിട്ടുള്ള ഫോർമുലാസൊക്കെ വേറെ വീഡിയോസിൽ പറഞ്ഞു തരാം കേട്ടോ.
ഇനി അടുത്തത് നമുക്ക് കൈക്കുഴിയുടെ റൗണ്ടാണ് കേട്ടോ നോക്കേണ്ടത്, ആം ഹോൾ റൗണ്ട്. അപ്പോൾ അത് 5ാമത്തെ പോയിൻ്റാണ്. അതിനും നമ്മൾ ചെസ്റ്റ് അളവ് വെച്ചിട്ട് തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ 38, നിങ്ങൾക്ക് എത്രയാണ് ചെസ്റ്റ് അളവ് വരുന്നത് അത് എഴുതാം കേട്ടോ. ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഈ 4 വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർമുല നമ്പറാണ് കേട്ടോ, എല്ലാ ചെസ്റ്റിനും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 38 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 9.5 ആണ്. ഈ 9.5 മൈനസ് 1 കേട്ടോ, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിൻ്റെ ഒപ്പം കിട്ടുന്ന ആൻസറിന് പിന്നെയും 1 മൈനസ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 9.5 മൈനസ് 1 8.5 ആണ് ആം ഹോളിൻ്റെ റൗണ്ടായിട്ട് കിട്ടുന്നത്. അതായത് 38 സൈസ് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് 8.5 8.5 ആണ് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ടായിട്ട് വരുന്നത് കേട്ടോ. ഈ 8.5 വൺ സൈഡത്തെ ആം ഹോൾ റൗണ്ടാണ്. ഇത് നമ്മൾ 2 ഭാഗത്തായിട്ട് വരുമ്പോൾ 8.5 ഇൻറ്റു 2 വരും. നമുക്കിവിടെ വൺ സൈഡ് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയ ആൻസറിനെ -1 ചെയ്തിട്ട് 8.5 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാനിവിടെ ബാക്കിൽ ആം ഹോൾ റൗണ്ടായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഷോൾഡർ തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള അളവാണ് ഈ 8.5 കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെറിയ ഷോൾഡറിൻ്റെ അളവ്, അതായത് ഈ ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനും നമ്മൾ ചെസ്റ്റ് സൈസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതെടുക്കുക. ഞാനിവിടെ പറയുന്നത് 38 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ അളവുകളും നമ്മുടെ ചെസ്റ്റ് സൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 38 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് അതാണ് നമ്മുടെ ചെറിയ ഷോൾഡറായിട്ട് വരുന്നത്. ഈ 12ഉം നമ്മുടെ ഫോർമുലാസുള്ള നമ്പേഴ്സാണ് കേട്ടോ. ആ റൗണ്ട് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എനിക്കിവിടെ 3.5 ഇഞ്ച് ചെറിയ ഷോൾഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ഷോൾഡർ എടുത്തതിൻ്റെ ബാലൻസ് വരുന്നതാണ് നമുക്ക് നെക്കായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴുത്തിന് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ചിട്ട് ഷോൾഡറും കഴുത്തും ഒക്കെ വ്യത്യാസം വരും. ബാലൻസ് ഉള്ളതൊക്കെ ഇതേമാതിരത്തെ ഫോർമുല വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 7ാമത്തെ പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ചെസ്റ്റ് ബാക്കിൽ എത്രയാണ് എടുത്ത് അതുതന്നെയാണ് ഫ്രണ്ടിലും എടുക്കുക. അതായത് നമ്മുടെ 38 എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്ക് 4 ഭാഗം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് കിട്ടിയത്? നമുക്ക് നേരത്തെ 9.5 ഇഞ്ചാണ് നമുക്ക് ബാക്കിൽ കിട്ടിയത്. അപ്പോൾ അതേ അളവ് തന്നെയാണ് ഫ്രണ്ടിലും വെക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെസ്റ്റ് അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും അളവുകൾ ചെയ്തത്. ഇനി ചെയ്യുന്ന അളവുകളൊക്കെ നമ്മുടെ മിഡിൽ ബ്രസ്റ്റ്, അതായത് ആ നിപ്പിൾ പോയിൻറ്റിൻ്റെ റൗണ്ടിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇനി വരുന്ന അളവുകളൊക്കെ ചെയ്യേണ്ടത്. ഇത് മുകളിലുള്ളത് 38, അതായത് 38 സൈസ് അപ്പർ ചെസ്റ്റ്. താഴെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ വരുന്നത് മിഡിൽ ചെസ്റ്റാണ്. അപ്പോൾ ഇത് എത്രയാണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചാലേ ടക്ക് പോയിൻറ്റുകൾ കറക്റ്റായിട്ട് അതായത് ബ്രസ്റ്റിലിങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ബ്രസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 39 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 38 അപ്പർ ചെസ്റ്റും 39 മിഡിൽ ചെസ്റ്റും. നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ വരുന്ന അളവാണ് 39. അപ്പോൾ 38 ചെസ്റ്റ്, 39 നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടുത്തെ മിഡിൽ ചെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതൊക്കെ ഈ 39 വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 39 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക കേട്ടോ. അതായത് മിഡിൽ ബ്രസ്റ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 39 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 9.75, അതായത് 9.25 എനിക്കിവിടെ ആൻസർ കിട്ടുന്നത്. ഇത് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കമാണ് കേട്ടോ. ഈ 9.25 ഇതേ അളവ് തന്നെയാണ് നമുക്ക് റൗണ്ടിനും വെക്കേണ്ടത്. നമുക്ക് ഈ മിഡിൽ ബ്രസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 39 39. അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അത് തന്നെയാണ് ഇറക്കവും വെക്കേണ്ടത്, അത് തന്നെ റൗണ്ടും വെക്കുക കേട്ടോ. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറക്കവും റൗണ്ടും ഒരേ അളവാണ് വരിക. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്നും ബ്രസ്റ്റിൻ്റെ അടിഭാഗം, അതായത് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കം. ബെൽറ്റും മെയിൻ പീസും കൂടി ജോയിൻ ആകുന്ന ആ ഭാഗമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അതിനും നമ്മൾ ഈ 39 തന്നെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന അളവുകളൊക്കെ മിഡിൽ ബ്രസ്റ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ 39 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. അതിൽ കിട്ടുന്ന ആൻസറിനെ നമുക്ക് അണ്ടർ ബ്രസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ 39 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എനിക്കിവിടെ 13 കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, അതായത് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റിൻ്റെ അടിഭാഗം വരെയുള്ള ഇറക്കത്തിൻ്റെ അളവാണ് ഈ 13. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ്, ഇത് 9ാമത്തെ പോയിൻ്റാണ്. ഇത് 2 പോയിൻറ്റിൻ്റെയും, അതായത് 2 നിപ്പിൾ പോയിൻറ്റും തമ്മിലുള്ള വീതി എത്രയാണെന്നുള്ളത് നോക്കുക. ഇതിനും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് എഴുതുക. ഞാനിവിടെ 39 ഡിവൈഡഡ് ബൈ 10, അതായത് നമ്മുടെ മിഡിൽ ബ്രസ്റ്റിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ 10 എടുക്കുക കേട്ടോ. അപ്പോൾ ഈ 10 റൗണ്ട് ചെയ്തതൊക്കെ ഓർമ്മ വയ്ക്കുക. ഇത് ഫാർമുലാസിലുള്ള നമ്പേഴ്സാണ് കേട്ടോ. ഇതിൽ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിവിടെ 3.9 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ അളവിനെ ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് 3.9, ഒരു പോയിൻ്റൊക്കെ വ്യത്യാസമുണ്ട്, 4 ഇഞ്ചൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ആയി പോരുത്, 4 ഇഞ്ചൊന്നും ആവരുത്. ഒരു പോയിൻ്റൊക്കെ കമ്മിയുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ മുമ്പ് ഒരു പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ടക്കിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് കൈക്കുഴിയുടെ അവിടുത്തെ ടക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടക്കിന് വലുതായിട്ട് അളവുകളൊന്നും ഇല്ല. നമ്മൾ ഈ മെയിൻ ടക്ക് ഇപ്പം നിപ്പിൾ പോയിൻ്റ് എടുത്തല്ലോ, ആ പോയിൻറ്റിൻ്റെ അവിടെ ഇതേപോലെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചാൽ നമുക്ക് എവിടെയാണോ കൈക്കുഴിയുടെ ഭാഗത്ത് ലൈന് വരുന്നത് അതാണ് കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക്. നമ്മൾ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ സ്കെയിൽ വെച്ച് കൈക്കുഴിയുടെ അവിടേക്ക് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്ന ലൈനാണ് നമ്മുടെ മെയിൻ കൈക്കുഴിയുടെ ടക്കായിട്ട് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ 2 സൈഡായിട്ട് 1/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് നമുക്ക് ടക്കായിട്ട് പിടിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ടക്കിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൽ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ടക്കിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 ടക്കും ഇപ്പോൾ ഓക്കെ ആയി, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തതായിട്ട് ഈ കൊക്കിയുടെ ഭാഗത്ത് വരുന്ന ടക്കാണ്. അപ്പോൾ അതിന് നമ്മൾ നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൈനിൻ്റെ 1/4 ഇഞ്ച് മുകളിലായിട്ട് കയറ്റി മാർക്ക് ചെയ്തെടുക്കുക. ഈ ടക്കും മെയിൻ ടക്കും തമ്മിൽ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വേണം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ മെയിൻ ടക്കിൻ്റെ ഈ 2 ഭാഗത്തുള്ള ഈ അളവുകൾ കേട്ടോ എത്ര വേണ്ടെന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് 10ാമത്തെ പോയിൻ്റാണ് കേട്ടോ, ലാസ്റ്റ് പോയിൻ്റാണ്. ഇനി നമുക്ക് ഈ അളവ് കണ്ടുപിടിക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ബ്രസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 39 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മെയിൻ ടക്കിൻ്റെ 2 സൈഡും നമുക്ക് എത്രയാണ് പിടിക്കേണ്ടതെന്നുള്ള അളവ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 3 ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ആ 3നെ നമുക്ക് ഇതേമാതിരി ഡിവൈഡ് ചെയ്യുക. ആ സെൻട്രൽ ലൈനിൻ്റെ 2 സൈഡായിട്ട് 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെ 3 ആണ്. അപ്പോൾ നമുക്ക് മെയിൻ ടക്കിൻ്റെ അളവും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.